ഒടുവിൽ പൊതിച്ചോർ വിതരണം മാത്രമല്ല ജനസേവനം, അതിനപ്പുറത്തും കാര്യങ്ങളുണ്ട് എന്ന് ഡിവൈഎഫ്ഐയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു കൂട്ടത്തോൽവി വേണ്ടി വന്നു ഗോവിന്ദൻ മാഷിന് ഡിവൈഎഫ്ഐയെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. സ്വന്തം മകൻ തന്നെ അച്ഛനോട് പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ കണ്ണാടി നോക്കുന്നത് നന്നായിരിക്കും എന്ന്. അച്ഛന്റെ ശരീരഭാഷ തീരെ ശരിയല്ല. എന്തായാലും ഇനി പത്രസമ്മേളനങ്ങൾ കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷ് കണ്ണാടി നോക്കും. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ശരീരഭാഷ ശരിയല്ല എന്ന് വീട്ടിൽ നിന്ന് പോലും അഭിപ്രായം ഉയർന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തുറന്നു പറച്ചിൽ നടന്നിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിണറായിസം തിരിച്ചടിയായി എന്ന വിമർശനം ഉയർന്നു. കനത്ത തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ വൺ മാൻ ഷോ ആണ്. പിണറായി തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനമായി മാറി. സർക്കാർ എന്നാൽ പിണറായി വിജയൻ എന്നതായിരുന്നു അവസ്ഥ. ശൈലജ ടീച്ചറെ ഒതുക്കാൻ നേതൃത്വം ഒത്തുകളിച്ചു എന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജയെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം പാർട്ടി അറിയുന്നുണ്ട്. നേതാക്കൾ പോകുന്നെങ്കിൽ പോട്ടെ എന്ന നിലപാട് കോടിയേരി സ്വീകരിക്കുകയില്ലായിരുന്നു എന്നും വിമർശനം ഉയർന്നു. ഇതിന് പിന്നാലെ നേതാക്കളുടെ സംസാര ശൈലി മാറണമെന്ന് MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തന രീതി കുറച്ചുകൂടി മെച്ചപ്പെടണം. യുവജനങ്ങൾക്കിടയിൽ ഡിവൈഎഫ്ഐ സംഘടനാപരമായി ഇറങ്ങിച്ചെല്ലണം. പൊതിച്ചോർ വിതരണത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അപ്പുറം ഇടപെടലുകൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അഭിപ്രായപ്പെട്ടു. തന്റെ പെരുമാറ്റത്തിൽ മാറ്റം ആവശ്യമാണെന്ന് MV ഗോവിന്ദൻ സ്വയം വിമർശനമായി കമ്മിറ്റിയിൽ പറഞ്ഞു. വീട്ടിൽ നിന്ന് പോലും താൻ വിമർശനം കേൾക്കാറുണ്ട്. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് മകൻ ചോദിക്കുന്ന സന്ദർഭമുണ്ടായി. പത്രസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണം എന്ന് മകൻ പറഞ്ഞെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനങ്ങളിലെ തന്റെ ശരീരഭാഷ ശരിയായില്ല. ഇനി മുതൽ കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായിക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പിണറായിക്ക് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രായപരിധിയിൽ എന്തിന് പിണറായിക്ക് മാത്രം ഇളവ് നൽകി എന്നും ചോദ്യമുണ്ടായി. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പിണറായിയെ അല്ലാതെ മറ്റാരെ പ്രതിപക്ഷ നേതാവാക്കും എന്നായിരുന്നു ഇതിനോടുള്ള MV ഗോവിന്ദന്റെ മറുചോദ്യം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിരുദ്ധ സ്വരം ഉയർന്നത്. പിണറായിയുടെ ധാർഷ്ട്യമാണ് പരാജയ കാരണം. ശരീരഭാഷ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. നേതാക്കളുടെ പെരുമാറ്റശൈലിയും ജനങ്ങളിൽ നിന്നും അകലാൻ കാരണമായി. ഇങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നത് ശരിയല്ല എന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കരുത്തോടെ തിരിച്ചുവരും എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇതുപോലെയുള്ള സ്വയം വിശകലനങ്ങൾ നടത്തുമെന്ന് MV ഗോവിന്ദൻ മാഷ് പറയുന്നു. എന്തിനും പറയുകയാണ് എങ്കിൽ ഒന്നിന്റെയും അവസാനമല്ല. തിരുത്തലിനൊക്കെ ഏത് അവസരത്തിലും ഏത് സ്റ്റെപ്പിലും സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ ഉപയോഗിക്കപ്പെടുന്നിടത്താണ് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഇവരൊക്കെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയ്ക്കിടയിലും വലിയ പ്രതീക്ഷയോടെയാണ് VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. VD സതീശൻ ഈ രീതിയിൽ ഈ തുടക്കം പോലെയാണ് അദ്ദേഹത്തിന്റെ ഭരണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മോദിയാകാൻ സാധിക്കുമെന്ന തരത്തിൽ ഒരു കമന്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെയോ വായിച്ചു തോർക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.